ഗൈസ്, ഇന്ന് നമുക്ക് വേഗം ഒരു മീൻ കറി ഉണ്ടാക്കിയല്ലോ. മീൻ കറികൾ പലതരത്തിലുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടത് ഈ കുറെ മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ചുമപ്പിച്ച് വെക്കുന്ന ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി ഉണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഏതാന്ന് വെച്ചാൽ മുരലാണ്. നമ്മുടെ ചാള മത്തിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്, പക്ഷെ കുറച്ച് മുള്ളു കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പം കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവ വേണം, പിന്നെ കടുക് വേണം, പിന്നെ കുറച്ച് അധികം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം, പിന്നെ കറിവേപ്പില, കൊച്ചുള്ളി വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ പുളി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുക, പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് വെക്കുക. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായെന്ന് തോന്നിയാൽ അതിലേക്ക് നമ്മുടെ 1 ടീസ്പൂൺ ഉലുവ അങ്ങോട്ട് ചേർക്കുക. പിന്നെ അതൊന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുക. അങ്ങോട്ട് പൊട്ടട്ടെ. അങ്ങോട്ട് പൊട്ടിയെന്ന് ഉറപ്പ് വന്നാൽ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുപാട് കുഞ്ഞായിട്ടൊന്നും അരിയാൻ നിൽക്കേണ്ട കേട്ടോ. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിട്ടിട്ട് എവിടെയും പോകരുത്. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അപ്പോ ഈ ഒരു പരുവ് ആവുമ്പോഴത്തേക്കും നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചധികം മുളക് പൊടി അങ്ങോട്ട് ചേർക്കുക. ഇതിപ്പോ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഞാനങ്ങ് തീ ഓഫ് ചെയ്തു. അപ്പൊ ആ ഒരു ചട്ടിയുടെ ചൂടില് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയെന്ന് തോന്നിയാൽ അതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ ഉപ്പും പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ അതിനെ അനുവദിക്കുക. അപ്പോ അരപ്പൊക്കെ ഇങ്ങനെ തിളാന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. മീനൊക്കെ ഇങ്ങനെ ഒന്ന് മുങ്ങി കിടക്കണം. അപ്പൊ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോ ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറിയിട്ട് ഒരു 10 മിനിറ്റോളം ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇതിനെ നമുക്കിനി ഇന്നൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ, കാരണം ഇതൊന്ന് വറ്റി വരണമല്ലോ, അങ്ങനത്തെ ഒരു കറിയല്ലേ. അപ്പൊ ഒരു 5 മിനിറ്റ് കൂടെ തുറന്നു വെച്ചിട്ട് വേവിക്കുക. പിന്നെ അത് ലാസ്റ്റ് കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ 1 ടീസ്പൂൺ മതി കേട്ടോ. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാല് നമ്മുടെ കോട്ടയം സ്റ്റൈൽ അല്ലെങ്കിൽ മുളകിട്ട മീൻ കറി അങ്ങടെ സെറ്റായി. എന്റെ മമ്മി പറയാറുള്ളത് മീൻകറി നമ്മളിപ്പോ അരപ്പിനകത്തോട്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 to 12 മിനിറ്റ് വരെയൊക്കെ വേവിക്കാവുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ അടച്ചു വെച്ചിരുന്ന ആ ഒരു ബാക്കി ചൂടിൽ കിടന്നത് വെന്തോളൂ. അപ്പൊ മീൻ അധികം വേവില്ലാത്തത് കൊണ്ട് ഒരുപാട് ഇട്ട് വേവിക്കരുത്, മീനിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.